നമ്മുടെയൊക്കെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണെന്ന് നമുക്കറിയാം. ഏകദേശം 37 ട്രില്യൺ കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കോശം ജനിച്ചു കഴിഞ്ഞാൽ അത് വിഭജിക്കണം, അതായത് സെൽ ഡിവിഷൻ നടക്കണം. ഒരു നിശ്ചിത എണ്ണം വിഭജനത്തിന് ശേഷം അത് നശിച്ചു പോകണം. ഇതാണ് സ്വാഭാവികമായിട്ടുള്ള കോശമരണം. ഇത് ഒരു പ്രകൃതി നിയമമാണ്. എന്നാൽ 1981 ഈ പ്രകൃതി നിയമത്തെയെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും വേർതിരിച്ച ചില കോശങ്ങൾ ഇന്നും മരണമില്ലാതെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ 75 വർഷമായിട്ട് മരണമില്ലാതെ അനശ്വരമായി നിലനിൽക്കുന്ന ഹേല കോശങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോയാണ്. നിങ്ങളെല്ലാവരെയും ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വർഷം 1981 അമേരിക്കയിലെ ബാൾട്ടിമോറിലുള്ള പ്രശസ്തമായ ജോൺ ഹോപ്കിൻ ഹോസ്പിറ്റലിലേക്ക് 31 വയസ്സ് പ്രായമുള്ള ഹെൻറിറ്റ ലാക്സ് എന്ന യുവതി കടുത്ത വയറുവേദനയെ തുടർന്ന് പരിശോധനയ്ക്കായിട്ട് എത്തുകയാണ്. വിദഗ്ധമായ പരിശോധനയിൽ ഹെൻറിറ്റയ്ക്ക് സെർവിക്കൽ ക്യാൻസർ സ്ഥിരീകരിക്കുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെൻറിറ്റയുടെയോ കുടുംബത്തിൻ്റെയോ അനുവാദം ചോദിക്കാതെ പരിശോധിച്ചിരുന്ന ഡോക്ടർ ഹെൻറിറ്റയുടെ ട്യൂമറിൽ നിന്നും ഒരു ബയോപ്സി സാമ്പിൾ എടുത്തു. ഈ കോശങ്ങൾ കൊണ്ടുപോയത് ആ ആശുപത്രിയിലെ തന്നെ കോശ ഗവേഷകനായിരുന്ന ഡോക്ടർ ജോർജ് ഗേയുടെ ലാബിലേക്കായിരുന്നു. മനുഷ്യകോശങ്ങളെ ലാബിൽ കൃത്രിമമായി വളർത്തിയെടുക്കുക എന്ന പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഡോക്ടർ ജോർജ് ഗേ. പക്ഷെ അദ്ദേഹം നിരന്തരം ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടുകൊണ്ടാണ് ഇരുന്നത്. കാരണം പുറത്തെടുക്കുന്ന മനുഷ്യകോശങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ നശിച്ചു പോകുമായിരുന്നു. പക്ഷേ ഹെൻറിറ്റയുടെ കോശങ്ങൾ ലാബിൽ എത്തിച്ചപ്പോൾ അവിടെ ഒരു അത്ഭുതമാണ് സംഭവിച്ചത്. സാധാരണ മനുഷ്യകോശങ്ങൾ നശിക്കുന്ന സമയമായിട്ടും ഹെൻറിറ്റയുടെ കോശങ്ങൾ നശിച്ചിരുന്നില്ല. പകരം അവ ഇരട്ടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ശാസ്ത്ര ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യകോശം ലാബിൽ അനശ്വരമായിട്ട് വളരുന്നത് അത്ഭുതത്തോടെ ഡോക്ടർ ജോർജ് ഗേ നോക്കി നിന്നു. ഹെൻറിറ്റ ലാക്സ് എന്ന പേരിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് അദ്ദേഹം ഈ കോശങ്ങൾക്ക് ഹേല എന്ന് പേര് നൽകി. എന്തുകൊണ്ടാണ് ഹെൻറിറ്റയുടെ കോശങ്ങൾ മാത്രം നശിക്കാതിരുന്നത്? ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രീയ കാരണമുണ്ട്. നമ്മുടെ എല്ലാം കോശങ്ങളുടെ അറ്റത്ത് ടെലോമിയറുകൾ എന്ന പേരായ ഒരു സംരക്ഷണ കവചമുണ്ട്. ഓരോ തവണ സെൽ ഡിവിഷൻ നടക്കുമ്പോഴും ഈ ടെലോമിയറുകളുടെ നീളം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ നീളം അവസാനിക്കുമ്പോൾ ആ കോശത്തിന് വിഭജിക്കാനാവാതെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഹേല കോശങ്ങളിൽ ടെലോമേറസ് എന്ന ഒരു എൻസൈം അമിതമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ എൻസൈം നീളം കുറയുന്ന ടെലോമിയറുകളെ വീണ്ടും റീസെറ്റ് ചെയ്യുകയും സെൽ ഡിവിഷൻ തുടർച്ചയായി നടക്കുവാനും സഹായിച്ചു. ഇതിൻ്റെ ഫലമായി ഈ കോശങ്ങൾക്ക് ഒരിക്കലും നശിക്കാത്ത ഒരു അനശ്വരമായ സ്വഭാവം കൈവന്നു. അങ്ങനെ ഡോക്ടർ ജോർജ് ഗേയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ കോശങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഗതി തന്നെ മാറ്റുവാൻ കഴിവുള്ള അത്ഭുതമായ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അദ്ദേഹം ഈ കോശങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗവേഷകർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ ഹേല കോശങ്ങൾ ലാബുകളിൽ നിന്നും ലാബുകളിലേക്ക് ഒരു മഹാപ്രളയം പോലെ പടരാൻ തുടങ്ങി. ഡിമാൻഡ് വർദ്ധിച്ചതോടെ ഈ കോശങ്ങൾ വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് ഒരു കേന്ദ്രം ആവശ്യമായിട്ട് വന്നു. അമേരിക്കയിൽ തന്നെയുള്ള ടസ്കി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതിനായിട്ട് തിരഞ്ഞെടുത്തത്. ഈ ടസ്കി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവിടെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ഗവേഷകർക്ക് മാത്രമേ പ്രവർത്തിക്കുവാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ഹെൻറിറ്റ ലാക്സ് ഒരു കറുത്ത വർഗ്ഗക്കാരി ആയതുകൊണ്ട് അവരുടെ കോശങ്ങൾ വളർത്തിയെടുക്കുവാൻ വേണ്ടി അതേ വർഗത്തിൽപ്പെട്ട ഗവേഷകർ തന്നെ വേണമെന്നുള്ളൊരു തീരുമാനം അന്നുണ്ടായിരുന്നു. അതുപ്രകാരമാണ് ടസ്കി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനായിട്ട് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഒരു ഫാക്ടറിയിൽ ഉൽപ്പന്നം നിർമ്മിക്കുന്നത് പോലെ ഓരോ ആഴ്ചയും 20,000 ട്യൂബ് ഹെല കോശങ്ങളാണ് അവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഇവയെല്ലാം തന്നെ പ്രത്യേകമായി ഡിസൈൻ ചെയ്ത ഐസ് ബോക്സുകളിലാക്കി ട്രക്കിലും വിമാനത്തിലും ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും അയച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യൻ്റെ കോശങ്ങൾ ഒരു വാണിജ്യ ഉൽപ്പന്നമായിട്ട് മാറി. 1980കളിൽ ലോകത്തെ വിറപ്പിച്ച ഒരു മഹാമാരിയായിരുന്നു പോളിയോ വൈറസിനെതിരെ വാക്സിൻ വികസിപ്പിച്ചെടുത്തെങ്കിലും അത് സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാനായിട്ട് ധാരാളം മനുഷ്യകോശങ്ങൾ ആവശ്യമായിരുന്നു. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായത് ഹേല കോശങ്ങളുടെ വരവോടുകൂടിയാണ്. ലക്ഷക്കണക്കിന് ഹേല കോശങ്ങളിലേക്ക് പോളിയോ വൈറസിനെ കുത്തിവെച്ചുകൊണ്ട് വാക്സിൻ അതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചു. ഹേല കോശങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ പോളിയോ വാക്സിൻ വരാൻ പിന്നെയും പതിറ്റാണ്ടുകൾ സമയമെടുത്തേനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ലക്ഷക്കണക്കിന് കുട്ടികളെ പോളിയോയിൽ നിന്നും രക്ഷിച്ചത് ഹേല കോശങ്ങളാണ്. ഭൂമിയിൽ മാത്രമല്ല ഹേല കോശങ്ങൾ പരീക്ഷിക്കപ്പെട്ടത്. 1960കളിൽ ലോകം ബഹിരാകാശ മത്സരത്തിൻ്റെ തിരക്കിലായിരുന്നു. ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കുന്നതിന് മുൻപ് അവിടുത്തെ ശൂന്യതയും റേഡിയേഷനും മനുഷ്യകോശങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് ശാസ്ത്രജ്ഞർക്ക് അറിയണമായിരുന്നു. ഇതിനായി ശാസ്ത്രജ്ഞർ തിരഞ്ഞെടുത്തതും ഹേല കോശങ്ങളെയാണ്. അങ്ങനെ 1960ൽ റഷ്യയുടെ സ്പുട്നിക് 6 എന്ന പേടകത്തിൽ ഹേല കോശങ്ങൾ ആദ്യമായി ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചു.
ബഹിരാകാശ യാത്രകൾ മനുഷ്യ ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇന്ന് നാം പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ആദ്യകാല യാത്രയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഹെൻറിറ്റ ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അവരുടെ കോശങ്ങൾ ലോകമെമ്പാടുമുള്ള ലാബുകളിൽ വളർന്നുകൊണ്ടേയിരുന്നു. മരുന്ന് കമ്പനികൾ ഹേലാകോശങ്ങൾ വിറ്റ് കോടിക്കണക്കിന് ഡോളർ ലാഭമുണ്ടാക്കി. പക്ഷേ ഈ സമയവും ഹെൻറിറ്റയുടെ മക്കൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോലും എടുക്കാനുള്ള പണമില്ലാതെ ദാരിദ്ര്യത്തിൽ കഴിയുകയായിരുന്നു. ഹെൻറിറ്റയുടെ കഥ പുറം ലോകം അറിയുന്നത് 2010 പ്രസിദ്ധീകരിച്ച ദ ഇമ്മോർട്ടൽ ലൈഫ് ഓഫ് ഹെൻറിറ്റ ലാക്സ് എന്ന പുസ്തകം പുറത്തിറങ്ങിയപ്പോഴാണ്. ഒരു വശത്ത് ലോകം ഹേലാകോശങ്ങളെ ഒരു അത്ഭുതമായി വാഴ്ത്തുമ്പോൾ മറുവശത്ത് ഹെൻറിറ്റയുടെ കുടുംബം തങ്ങളുടെ അഭിമാനവും സ്വകാര്യതയും നഷ്ടപ്പെട്ട വേദനയിലായിരുന്നു. ഒരു വ്യക്തിയുടെ ശരീരം ലോകത്തിന് ഉപകാരപ്പെട്ടപ്പോൾ ആ വ്യക്തിയുടെ കുടുംബം അവഗണിക്കപ്പെട്ട ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി മാറുന്ന കാഴ്ചയായിരുന്നു അത്. പിന്നീട് വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഹെൻറിറ്റയുടെ കുടുംബത്തിന് അർഹിക്കുന്ന നഷ്ടപരിഹാരം ലഭിച്ചു. ഇന്ന് നമ്മൾ കഴിക്കുന്ന മരുന്നുകളിലും നമ്മൾ എടുക്കുന്ന വാക്സിനുകളിലുമെല്ലാം ഹേലാകോശങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഹെൻറിറ്റ ഇന്ന് ജീവനോടെ ഇല്ലെങ്കിലും നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അവരുടെ കോശം ജീവിക്കുന്നു. കണക്കുകൾ പ്രകാരം ഇതുവരെ ലാബുകളിൽ വളർത്തിയെടുത്ത കോശങ്ങളുടെ ആകെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 50 ദശലക്ഷം മെട്രിക് ടൺ വരും. അതായത് ഒരു വ്യക്തിയുടെ കോശങ്ങൾ ലോകം മുഴുവൻ പൊതിയാൻ പാകത്തിന് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഹേലാകോശങ്ങളുടെ കഥ വെറുമൊരു ശാസ്ത്രീയ നേട്ടത്തിൻ്റെ കഥ മാത്രമല്ല, അത് മെഡിക്കൽ എത്തിക്സിനെ കുറിച്ചുള്ള വലിയൊരു പാഠം കൂടിയാണ്. ഒരു വ്യക്തിയുടെ ശരീരം അനുവാദമില്ലാതെ പരീക്ഷണത്തിന് വിധേയമാക്കരുത് എന്നുള്ള ഇൻഫോംഡ് കൺസെൻറ്റ് നിയമങ്ങൾ കർശനമാകുവാൻ ഈ കേസ് കാരണമായി. ലോകത്തെ രക്ഷിക്കാൻ സ്വന്തം ശരീരം അറിയാതെ നൽകിയ ആ സ്ത്രീയെ ചരിത്രം ഒരിക്കലും മറക്കില്ല. ഹേലാകോശങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.